ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പല കച്ചവടങ്ങൾക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ ചിലതൊക്കെ എനിക്ക് വീഡിയോകളൊക്കെ ക്ലിപ്പുകളൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട്. ഞാൻ അതുപോലെ തന്നെ പുളിയുടെ വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുരുമുളകിൻ്റെ വീഡിയോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സീസണായിട്ടിരിക്കുന്നത് കൊക്കോയും അതേപോലെ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാങ്ങയ്ക്ക് പോണ ഒരു ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോകളും ക്ലിപ്പുകളൊന്നും ഇല്ലെങ്കിലും പറ്റുന്ന അത്രയൊക്കെ പിടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചെങ്ങാണ്ട് ഞാൻ ഇന്നൊരു വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതേ പോണതിൻ്റെ തലേ ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ ബോക്സും പിന്നെ അതേപോലെ തന്നെ തോട്ടിയും എല്ലാം എടുത്ത് വണ്ടിയിൽ സെറ്റാക്കി വെക്കും കേട്ടോ. പിന്നെ രാത്രി വെളുപ്പിന് എണിച്ചിട്ടാണ് കേട്ടോ, ഒരു 5 മണിക്കാണ് പോവാറ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചോറും കറികളൊക്കെ കൊടുത്ത് വിടാറുണ്ട്. കാരണം മാങ്കുളത്തേക്കാണ് മാങ്ങ പറിക്കാൻ പോവാറ്. അപ്പോൾ അവിടെ അത്ര നല്ല ഹോട്ടലുകളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചോറ് കൊണ്ടുപോകാറാണ് കേട്ടോ. ചിലപ്പോൾ 2 പേര് 3 പേര്, അപ്പോൾ ആൾക്കനുസരിച്ച് എത്ര പേരാണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ പറയും. അപ്പോൾ അവർക്കനുസരിച്ചുള്ള ചോറും കറികളൊക്കെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് കറികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതേപോലെ അച്ചാറും ക്യാബേജ് തോരനും ഉണക്കമീൻ വറുത്തത് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചെങ്ങാണ്ട് കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളിൽ രാത്രി തന്നെ ചോറും കറികളൊക്കെ ആക്കി വയ്ക്കും. വെളുപ്പിന് ഒരു 4:30 ആകുമ്പോൾ എണിച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം ചൂടാക്കിയും കണ്ട് പാത്രത്തിലൊക്കെ ആക്കിയും കണ്ട് വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. ഇതിപ്പോൾ ഇന്നവർ 2 പേരേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. ഇക്കായും വേറൊരു പണിക്കാരനും മാത്രമേ ഉള്ളൂ കേട്ടോ. പെരുന്നാളായതുകൊണ്ട് തന്നെ പണിക്കാരൊക്കെ ലീവ് പറഞ്ഞേക്കാണ് കേട്ടോ. പിന്നെ മാങ്ങയുടെ ഓർഡർ ഉണ്ടായിരുന്നു പെരുന്നാളിൻ്റെ കച്ചവടത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങയ്ക്ക് പോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ പെട്ടെന്നുണ്ടായത്. അപ്പോൾ രാത്രി 2 മണിക്ക് എണിച്ചിങ്ങോട്ടാണ് ചോറും കറികളൊക്കെ ശരിയാക്കിയത് ഇന്ന്. അപ്പോൾ രാവിലെ ഈ ചോറ് റെഡിയാക്കുന്നതും പാത്രത്തിലാക്കുന്നതൊക്കെ വീഡിയോ ഞാൻ പിടിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോകളൊക്കെ ഇക്കായാട്ടോ എനിക്ക് പിടിച്ചു കൊണ്ട് തന്നത്. പിന്നെ അതിൻ്റെതായ പോരായ്മകളൊക്കെ കാണും വീഡിയോയിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ അത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ ട്രേയും ബോക്സും എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. മാങ്ങ ലോഡായി കഴിയുമ്പോൾ മാങ്ങ പടതയിട്ട് മൂടി കിട്ടാൻ വേണ്ടിയിട്ട് പടതയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ വീട്ടിൽ നിന്ന് പോയ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അവസാനമായിട്ട്. അത് കഴിഞ്ഞത് കുറച്ചൊക്കെ വെട്ടം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ നേരത്തെ ബാങ്ക് വിളിക്കുന്നതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നേരം വെളുത്ത് തുടങ്ങും കേട്ടോ. അങ്ങനെ ഇതേ അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ കുറച്ച് ദൂരം യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മടുത്ത് കഴിഞ്ഞപ്പോൾ അതേ ഇടയ്ക്കൊരു ഇറങ്ങി കട്ടൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയും കണ്ട് കടയിൽ ഇറങ്ങിയേക്കണയാണ് കേട്ടോ. നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇപ്പോൾ മാങ്കുളത്തിന് പോകുകയാണെങ്കിലും വെളുപ്പിന് 5 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 8:30 9 മണിക്കുള്ളിലാണ് കേട്ടോ അവിടെ എത്തുന്നത്. പിന്നെ ബ്ലോക്കും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ വഴിയിൽ അവിടെ അവർ ഇറങ്ങണ ചായയൊക്കെ കുടിക്കുന്ന അത്ര സമയവും എല്ലാം പോകുമല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ 9 മണിക്കുള്ളിൽ അവരവിടെ ചെല്ലുന്നത്. അത്രയും ദൂരത്തെ യാത്രയുണ്ട്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് കേട്ടോ. നല്ല ഇരുണ്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അല്ലെങ്കിലും ഈ മരങ്ങളൊക്കെ ഉള്ളിടത്തിലൊക്കെ നന്നായിട്ട് മഴ പെയ്യുന്നൊക്കെ പറയുന്നേക്കാമല്ലോ. അതുപോലെ തന്നെ ഹൈ റേഞ്ച് ഏരിയയിലാണെങ്കിലും അത്യാവശ്യം നല്ല മഴയുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് വേണം കേട്ടോ അവിടെ എത്താനായിട്ട്. അപ്പോൾ വഴിയിലുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ.
അപ്പോൾ ഇതേ നേരിയെങ്കിലും കാടൊക്കെ തീരാറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ചായയും കൂടെ കുടിക്കാൻ തോന്നി കണ്ട് അവിടെ കടലിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ, അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ അതേ മാങ്കുളം എത്താറായിട്ടുണ്ട് കേട്ടോ. മാങ്കുളത്തുള്ളൊരു വ്യൂ ആണ്. മൊത്തം 2 സൈഡിലും ഫുള്ളും തേയിലയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലുള്ള ഈ തേയിലകളും പിന്നെ അതേപോലെ തന്നെ റോഡിൻ്റെ ഒക്കെ വളവുകളും തിരിവുകളും എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമുക്കൊക്കെ യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. എപ്പോഴും ടൂറിസ്റ്റൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടെയാണ് കേട്ടോ ഇത്. ഒരേ ദിവസം മാങ്ങിക്ക് പോകുമ്പോഴും എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെയല്ല കേട്ടോ പോണത്. മാങ്കുളത്താണെങ്കിലും പല പല ഏരിയകളാണ് കേട്ടോ, വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ന് പോകുന്നിടത്തിലേക്കല്ല കഴിഞ്ഞ ദിവസം പോയത്. ഇനി അടുത്ത ദിവസം പോകാനിരിക്കുന്നതും ആ ഒരു ഏരിയയിലേക്കല്ല കേട്ടോ. അപ്പോൾ ഒരേ ഏരിയ നമ്മളൊന്നായിട്ട് ഒരു ദിവസം കൊണ്ട് പോയിട്ട് ഇന്ന മാവുകൾ പറഞ്ഞങ്ങാണ്ട് ഇത്ര രൂപയ്ക്ക് ഇത് പറിക്കാമെന്ന് പറഞ്ഞങ്ങാണ്ട് മേടിക്കും. പിന്നെ പറിക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് മൂത്ത് പഴുക്കാറായിട്ടുള്ള ഒരു പാകം വരുന്ന സമയത്ത് പോയി പറിച്ച് അങ്ങനെയാണ് കേട്ടോ മാങ്ങയുടെ കച്ചവടം എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മാങ്ങ പറിക്കണ ഒരു ഏരിയയിലേക്ക് എത്തും കേട്ടോ. അങ്ങനെ ഇതേ യാത്രകളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് മാങ്ങ പറിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഇന്ന് മാങ്ങ പറിക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വരാനുണ്ട് കേട്ടോ മാങ്ങ പറിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങ ഇവിടെ നിന്ന് പറിച്ചിട്ട് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകണം, എന്നിട്ട് വേണം കേട്ടോ വണ്ടിയിലേക്ക് കയറ്റാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പഴയ കാണാം കേട്ടോ. അങ്ങനെ ഇതേ മാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ചെറിയ ഏലവും അതേപോലെ തന്നെ കപ്പയൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് വേണം കേട്ടോ മാങ്ങയൊക്കെ പറിക്കാനായിട്ട്. അങ്ങനെ ദേ കുറേ ദൂരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് പറിക്കാനുള്ള മാവിൻ്റെ ചോട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാത്തയിൽ നിന്നാണ് ആദ്യം മാങ്ങ പറിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരൊറ്റ മാത്തയിലെ മാങ്ങയല്ല നമ്മൾ പറിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇപ്പോൾ ഈ ഒരു പറമ്പിൽ തന്നെ 3-4 മാങ്ങയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ലോഡാവാനുള്ള മാങ്ങ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. 3-4 മാവുണ്ട് നമുക്കിന്ന് പറിക്കാനായിട്ട്. അപ്പോൾ ആദ്യത്തെ മാത്തയിൽ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മാങ്ങ പറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ ബോക്സൊക്കെ ഇരിപ്പുണ്ട്, കയറൊക്കെ കെട്ടിയിട്ട് മുകളിലേക്ക് കയറ്റണം. ഇനി ആ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി അടുത്ത് നോക്കണത്. നമ്മളിപ്പോൾ ഹോൾസെയിലായിട്ട് മാങ്ങ വിൽക്കുന്ന സമയത്ത് നമുക്ക് തല്ലി പറിക്കാനോ അതല്ലെങ്കിൽ എറിഞ്ഞ് പറിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. നമ്മൾ നിലത്ത് ചാടാത്ത മാങ്ങകളാണ് കേട്ടോ നമ്മൾ കച്ചവടത്തിനായിട്ട് കൊടുക്കാറ്. ഇപ്പോൾ മാങ്ങയ്ക്ക് പോകുന്ന ദിവസങ്ങളിലാണെങ്കിലും രാവിലെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 8-9 മണിക്കുള്ളിൽ മാവ് പറിക്കുന്ന സ്ഥലത്തിലേക്ക് എത്തും കേട്ടോ. അതായത് മാങ്കുളത്ത് നമ്മൾ ഏത് സൈറ്റിലാണോ മാങ്ങ പറിക്കുന്നത് വെച്ചെങ്കിൽ ആ സൈറ്റിലേക്ക് എത്തും കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു 6 മണി ലോഡ് നേരത്തെ ആവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പോരും, അതല്ലെങ്കിൽ അതിനനുസരിച്ച് ആക്കിയിട്ട് നേരത്തെ പോരും കേട്ടോ. അപ്പോൾ ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ അധികം മാങ്ങ പറിക്കാറില്ല കേട്ടോ. കാരണം ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ മരത്തേക്ക് കയറണേ. അതുകൊണ്ട് തന്നെ നേരത്തെ പരമാവധി നേരത്തെ വേഗം പറിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങി പോരാറ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് പറിക്കാനായിട്ട് നമ്മുടെ ബോക്സിനകത്ത് കയറൊക്കെ കെട്ടി അത് മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ മരത്തിൽ കയറിയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിച്ചാണ് കേട്ടോ അതൊക്കെ പിടിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും കേട്ടോ. കാരണം നമുക്ക് അത്രയും നല്ലൊരു ഉയരമുള്ള മരത്തിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ തന്നെ വലിയ പാടാണ്. പിന്നെ അതിൻ്റെയും പുറകിൽ നമ്മൾ മാങ്ങ പറിക്കാനായിട്ട് ഈ ബോക്സും കയറും ട്രേയും തോട്ടിയും അതിൻ്റെ കൂടെ തന്നെ ഈ ഫോണും എല്ലാം കൂടി ആകുമ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ വീഡിയോയിൽ കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ബോക്സിൽ ആദ്യത്തെ 1-2 മാങ്ങ പറിക്കണ ഒരു വീഡിയോ മാത്രമായിട്ട് മുകളിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞതേ ഒരു ബോക്സ് മാങ്ങ താഴത്തേക്ക് ഇറക്കി. അത് കഴിഞ്ഞ് അടുത്ത ബോക്സ് മാങ്ങ അതേ പറിച്ചുകൊണ്ടിരിക്കാനായിട്ട് മുകളിൽ മാവിന് എത്രത്തോളം പൊക്കം ഉണ്ടെന്ന് നമുക്ക് ക്യാമറ സൂം ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. അതേ മുകളിൽ നിന്ന് ശരിക്കും ആളെ കാണാൻ പറ്റും പോലും ഇല്ല, അത്രയും ദൂരത്താണ് കേട്ടോ മാവ്. അത്രയും നല്ല പൊക്കമുണ്ട്. അവിടെ ഇരുന്ന് മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് വേണം കേട്ടോ വോയിസ് ഓവറിൽ എന്തൊക്കെയാണെന്ന് പറയണമെങ്കിൽ പോലും. കാരണം നമ്മളെടുക്കുന്ന വീഡിയോയ്ക്കാണെങ്കിൽ നമുക്ക് വോയിസ് ഓവർ പെട്ടെന്ന് കൊടുക്കാൻ പറ്റും. മറ്റൊരാൾ നമുക്ക് വീഡിയോ എടുത്ത് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ആ വീഡിയോ ഒന്നായിട്ട് മുഴുവനായിട്ട് കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ നോക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്. നമ്മളിപ്പോൾ ഒരു മാങ്ങ അതിൽ കണ്ടിട്ട് അതിനൊരു വില പറഞ്ഞിട്ട് ആ മാവ് മേടിക്കും. പിന്നെ നമ്മുടെ ആൾക്ക് പണിക്കാരെയൊക്കെ വെച്ചിട്ട് നമ്മൾ ആ മാങ്ങ പറിച്ചെടുക്കും. അങ്ങനെ നമ്മളത് മാങ്ങ മറിച്ച് കച്ചവടക്കാർക്ക് വിൽക്കുക. അങ്ങനെയൊക്കെയാണ് കേട്ടോ പതിവ്. ഇപ്പോൾ ഇന്നിപ്പോൾ മാങ്ങ പറിച്ചിങ്ങടെ അത്യാവശ്യം ലോഡൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ പോലെ തീരാറായി കഴിഞ്ഞപ്പോഴാണ് ഇതേ ഒരട്ട കയറി കാലേക്ക് അടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ രാവിലെ വന്നുകൊണ്ട് മാങ്ങ പറിച്ചതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുറ്റത്തും ഉണ്ടെന്നിട്ടാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ പറിച്ചേക്കണ മാവ് വീടിൻ്റെ കുറച്ച് താഴെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അവിടെ നിന്ന് ബോക്സിലാക്കിയിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ചുമന്ന് കൊണ്ടുവന്നിട്ട് വേണം വണ്ടിയിലേക്ക് വെക്കാനായിട്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് പറിച്ചേക്കണ മാവ് വേറെയാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അവസാനത്തെ മത്തയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇതേ അവിടെ നിന്ന് മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ദൂരെയാണ്, നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാനൊന്നും പറ്റില്ലെങ്കിലും ഇത് അത്യാവശ്യം ലോഡായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറിച്ചേക്കണതൊക്കെ താഴ്ന്ന് പറിച്ചേക്കണ ബോക്സിൽ മാങ്ങയൊക്കെ വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് കയറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ഇത് താഴേന്ന് പറിച്ച മാങ്ങയൊക്കെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് ഇവിടെ നിന്ന് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല, താഴെ ഇരുന്ന ഒരു മരത്തിൽ നിന്നാണ് കേട്ടോ മാങ്ങ പറിക്കുന്നത്. അപ്പോൾ വണ്ടി നമുക്ക് ഇതുവരെ വരുവുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ബോക്സ് എല്ലാം ചുമന്ന് വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് കയറ്റിട്ടോ. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോയിട്ട് മുറ്റത്ത് അപ്പുറത്തെ സൈഡിലാണ് കേട്ടോ ബാക്കിയിരിക്കുന്നത്. നമ്മൾ പറിച്ച് അവിടെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ വണ്ടിയിൽ കയറ്റിയിട്ട് വേണം കേട്ടോ വീട്ടിലേക്ക് വിട്ടു പോകാനായിട്ട്. മതി. അങ്ങനെ അവരെ മാങ്ങ പറിയൊക്കെ കഴിഞ്ഞു. വണ്ടിയിൽ ഫുള്ള് ലോഡായി. പിന്നെ അതേ മാങ്ങ മഴ നനയാണ്ടിരിക്കാൻ വേണ്ടി പടത്തേക്ക് കെട്ടി മൂടി വെച്ചേക്കുകയാണ് കേട്ടോ. കാരണം മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങയ്ക്ക് കളർ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ പടത്തെ കെട്ടി മൂടി. പിന്നെ അതേപോലെ തന്നെ അത് വീട്ടിലേക്ക് വിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ മാങ്ങ വിറ്റ് കച്ചവടക്കാർക്ക് മറിച്ച് കൊടുത്തിട്ടാണ് വീട്ടിലേക്ക് വരാറ്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം മാങ്ങയ്ക്ക് പോയതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ അവർ വന്നങ്ങാണ്ട് വീട്ടിൽ വന്നിട്ട് എടുത്തുകൊണ്ട് പോയിക്കോളും. നമ്മൾ തൂക്കി മാറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ മാങ്ങ പറിക്കാനായിട്ട് മാങ്കുളത്തേക്ക് വന്ന അത്രയും വഴികൾ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മാങ്ങ തൂക്കണ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ.
അങ്ങനെ മാങ്ങ പറിയൊക്കെ കഴിഞ്ഞ് ഇക്ക വീട്ടിൽ വന്നു കുളിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങളിതേ മാങ്ങ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മാങ്ങ എന്ന് പറയുന്നത് 2 പേർക്കാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 200 കിലോയും പിന്നെ മറ്റൊരാൾക്ക് ബാക്കിയുള്ളതുമാണ് കേട്ടോ ഇന്ന് മാങ്ങ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരേ ബോക്സായിട്ട് വെച്ചുകൊണ്ടിരുന്ന് ഞങ്ങൾ തൂക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക തൂക്കാനും ഞാൻ കണക്ക് എഴുതി കണക്ക് കൂട്ടി വയ്ക്കാനൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും മാങ്ങ തൂക്കുന്ന തിരക്കിലാണ് കേട്ടോ. അങ്ങനെ അതേ മാങ്ങ തൂക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തിരക്കിൽ തന്നെ ഞങ്ങളിത് വേറൊരാളെ കണ്ടു കേട്ടോ. പുള്ളി ഹൈറേഞ്ചിൽ നിന്ന് എവിടെ നിന്നോ പോകുന്നതാണെന്ന് തോന്നണത് കേട്ടോ. കാരണം ഇങ്ങനെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ പിടിച്ചേക്കണതാണ് കേട്ടോ. ഇതല്ലാത്ത പ്രാണികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വരും കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ ഇന്ന് 2 പേർക്ക് കൊടുക്കാനുള്ള മാങ്ങയത് 2 സൈഡിലായിട്ട് തൂക്കി മാറ്റി വെച്ചേക്കാണ് കേട്ടോ. ഒരാൾക്കുള്ളത് വണ്ടിക്കകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ഇറക്കിയില്ല കേട്ടോ. തൂക്കണത് തന്നെ ഞങ്ങൾ തൂക്കി വെയിറ്റ് നോക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ കയറ്റി വെച്ചു. പിന്നെ മറ്റേ ആൾക്കുള്ളത് ഇറക്കി വെച്ചേക്കാണ് കേട്ടോ തൂക്കിയിട്ട്. പിന്നെ ഇന്നിപ്പോൾ 2 പേർക്ക് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ 2, 3, 4 ഒക്കെ പേർക്ക് കൊടുക്കാനുണ്ടാകും. ഓരോരുത്തർ ഓർഡറിനനുസരിച്ച് പറയലാണ്. അപ്പോൾ അതിനനുസരിച്ച് തൂക്കി മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പകുതി വഴി കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ട് പിന്നെ അവിടെ അറ്റം കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ട് നമ്മളെ വീട്ടിൽ വന്ന് എടുക്കുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചില്ലറക്കൊക്കെ വിൽക്കുന്ന സമയത്ത് അയലൊക്കത്തെ ആർക്കാണെങ്കിലും പിന്നെ നമുക്കൊക്കെ വേണമെങ്കിലും ഒക്കെ ചില്ലറക്ക് വിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ മാങ്ങ കച്ചവടമൊക്കെ ഉണ്ടായിട്ടും നമ്മളെ വീട്ടിൽ വരുമ്പോൾ മാങ്ങ ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ മാങ്ങ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. പച്ച ഉപ്പിലിട്ട് വയ്ക്കാനായിട്ടും അച്ചാറിട്ട് വയ്ക്കാനായിട്ടും പഴം തിന്നാനായിട്ടും ഒക്കെ ഞങ്ങൾ കുറേ മാങ്ങ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നപ്പോഴും ഇതേ മാങ്ങ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ എടുത്ത് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് അത്രയ്ക്ക് നല്ല പഴമൊന്നും അല്ല കേട്ടോ. കൊണ്ടുവരുമ്പോൾ എല്ലാം നല്ല ചെനപ്പഴമായിരിക്കും. 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പഴുക്കും കേട്ടോ. കാരണം താഴെ നമ്മൾ തല്ലി പറിച്ചേക്കണോ അടിച്ച് പറിച്ചേക്കണോ ഒന്നുമല്ലല്ലോ. നമ്മൾ താഴെ ചാടാതെ നിലം തൊടിക്കാതെ പറിച്ചെടുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ ഒരു കേടും വരാണ്ട് 2 ദിവസം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് പഴുപ്പിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അതേ കൊണ്ടുപോകാനുള്ള മാങ്ങയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ എടുത്ത് വെച്ചേക്കണ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഈ ചെരുവത്തിലിരിക്കുന്ന മാങ്ങയൊക്കെ ഉപ്പിലിട്ട് അച്ചാറിടാനൊക്കെ ഉള്ളതാണ്. താഴെ ഇരിക്കുന്ന മാങ്ങ മൊത്തം പഴമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇതേ പഴുത്ത മാങ്ങയൊക്കെ തിരിഞ്ഞങ്ങാണ്ട് ഒരു കൊട്ടയ്ക്കകത്തേക്ക് ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ 2 ദിവസം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് പഴുക്കും. ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. പഴുക്കാത്ത മാങ്ങയൊന്നുമല്ല. പിന്നെ പച്ചമാങ്ങ കുറച്ചുണ്ടായിരുന്നു അച്ചാറിടാനായിട്ട്. അപ്പോൾ അതും ഞാൻ മാറ്റി വെക്കുന്നതാണ് കേട്ടോ. അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ അതിലുള്ള പഴമാങ്ങയൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം കൂടെ ഒരുമിച്ചായിട്ട് തരികയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പഴമൊക്കെ തിരിഞ്ഞ് വെക്കുന്നത്. ഇക്ക മാങ്ങ കൊണ്ടുവന്ന് അന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. പച്ചമാങ്ങയൊക്കെ തിരിഞ്ഞ് മാറ്റി അവിടെ എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. പിറ്റേ ദിവസം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉപ്പിലിടാനൊക്കെ ഉള്ളത് അരിഞ്ഞെടുത്ത് ഉപ്പിലേക്ക് ഇട്ടു. പിന്നെ അതേപോലെ തന്നെ അച്ചാറിടാനുള്ളത് ചെറുതാക്കി അരിഞ്ഞുകൊണ്ട് അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അച്ചാറിലേക്കുള്ള വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അച്ചാറോടും കൂടി ഇടാല പെട്ടെന്ന് നിർത്തുകൊണ്ടാണ് കേട്ടോ.
പിന്നെ അച്ചാറിടാനുള്ള മാങ്ങ ദേ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചേക്കണയാണ് കേട്ടോ. വെളുത്തുള്ളി മുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ആവശ്യത്തിന് വേണ്ടി വെളുത്തുള്ളിയൊക്കെ വാരി എടുത്തു കേട്ടോ. കാരണം ഇറച്ചി അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി എടുത്തേക്കണതാണ് കേട്ടോ. പിന്നെ അതേ മാങ്ങാപ്പഴം അതിൻ്റെ ഇടയിൽ 1-2 മാങ്ങാപ്പഴമൊക്കെ മുറിച്ച് തിന്നു. അത് കഴിഞ്ഞത് ഇറച്ചി വളർത്താനായിട്ട് അടുപ്പത്തേക്ക് വെച്ചേക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചുമന്നുള്ളിയൊക്കെ വേണമായിരുന്നു. അപ്പോൾ ഇഞ്ചിയും ചുമന്നുള്ളിയൊക്കെ എടുത്തപ്പോൾ ആ കൂടെ വെളുത്തുള്ളി അച്ചാറിലേക്ക് പൊളിച്ച് വെച്ച് എടുത്തു കേട്ടോ. പിന്നെ പൊളിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം വൈകുന്നേരമാണ് കേട്ടോ അച്ചാറിടാനായിട്ട് റെഡിയാക്കുന്നതൊക്കെ. വൈകുന്നേരം തന്നെയായിരുന്നു ഇറച്ചിയൊക്കെ വേവിച്ച് അതൊക്കെ വളർത്തി വെക്കണം കേട്ടോ. വലിയ പെരുന്നാളിൻ്റെ ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു കുറേ. പിന്നെ അച്ചാറിലേക്ക് വേണ്ട വെളുത്തുള്ളി വേറെ പൊളിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തുകൊണ്ട് ഉമ്മച്ചിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു കേട്ടോ. ഉമ്മച്ചിട്ട് പൊളിച്ച് തരാൻ പറഞ്ഞിട്ട് ഉമ്മച്ചി അവിടെ അപ്പുറം ഇരുന്നുകൊണ്ട് അത് പൊളിച്ച് നന്നാക്കി എടുക്കുവാണ് കേട്ടോ. പിന്നെ അത് ഇറച്ചി വെള്ളത്തിലൊക്കെ കഴിഞ്ഞു. ഇനി അത് വെള്ളം പറ്റിച്ച് ഉണക്കിയെടുക്കുന്നതാണ് കേട്ടോ. ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചുകൊണ്ട് വെള്ളം പറ്റിച്ച് ഉണക്കിയെടുക്കും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് കുറേശ്ശെ എടുത്തുകൊണ്ട് ചൂടാക്കിയാൽ മതിയില്ല. അപ്പോൾ അത് വിചാരിച്ചാണ് കേട്ടോ എല്ലാം കൂടെ ഇങ്ങനെ ചെയ്തു വെച്ചത്. അങ്ങനെ ഇറച്ചി കൊളുത്തൽ കഴിഞ്ഞ് അതൊക്കെ അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞത് അച്ചാറിടാനായിട്ട് തുടങ്ങാൻ കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും വെളുത്തുള്ളിയൊക്കെ ഞാനും ഉമ്മച്ചിയും കൂടെ പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാറിടാനായിട്ട് വേണ്ട എല്ലാ സാധനം ഞാൻ ഇവിടെ എടുത്ത് വെച്ചു കേട്ടോ. ഉലുവയും കടുകും നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ചട്ടി ചൂടായി നല്ലെണ്ണ ഒഴിച്ചു അതിലേക്ക് തന്നെ കടുക് പൊട്ടിച്ച് ഉലുവയും കുറച്ചിട്ടു. അത് രണ്ടും കൂടെ പൊട്ടി കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ടു. കരിയാപ്പില ഉണ്ടായില്ല കേട്ടോ. അച്ചാറിനൊക്കെ എപ്പോഴും കരിയാപ്പില വേണം. പക്ഷേ ഇവിടെ കരിയാപ്പില ഭയങ്കര ക്ഷാമമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കരിയാപ്പില ഇല്ലാതെ അച്ചാറിട്ടു കേട്ടോ. അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അച്ചാറൊക്കെ നമ്മളെപ്പോഴും എല്ലാവരും ചെയ്യണമല്ലേ. അതുകൊണ്ട് തന്നെ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ചെയ്തില്ല. അങ്ങനെ അച്ചാറിട്ട് വെച്ചു. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ അതിനി ഓരോ കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ചൂടാറി അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഉണ്ടാക്കി വെച്ച ആ ഒരു സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ പിടിച്ചത്. അങ്ങനെ അത് അച്ചാറ് കുപ്പിയിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഭരണിയിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളത് ചെറിയൊരു കുപ്പിയിലേക്ക് എടുത്തു. ബാക്കിയുള്ളത് ഞാൻ വേറെ 2 ബോട്ടിലും കൂടി ആക്കി വെച്ചു കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ ഒത്തിരി ഇരുന്ന് അവിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇഷ്ടമല്ല കേട്ടോ. മാങ്ങ കടിക്കുന്ന ഒരു രീതി തന്നെയാണ് കേട്ടോ അച്ചാർ കഴിക്കാനായിട്ട് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ചെറിയ കുപ്പിയിൽ ഞാൻ കുറച്ച് ഇട്ട് വെച്ചത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാനും ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് നമുക്ക് ഡോറിൻ്റെ ഭാഗത്ത് ഏറ്റവും താഴെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി തണുപ്പൊന്നും അടിക്കാണ്ട് അവിടെ ഇരുന്നോളൂ. അല്ല കുറേ ദിവസം എത്ര നാൾ വേണമെങ്കിലും അച്ചാർ കേടാവാണ്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിപ്പോൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇരുന്നുകൊണ്ട് പുളിപ്പൊക്കെ ഇറങ്ങി കഴിഞ്ഞ് മാങ്ങ വെന്ത് അവിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതില്ലാണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഒരുപാട് നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കാണാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.